നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയിൽ നീതി ലഭ്യമായിരിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയ്ക്ക് പ്രേരകരായിട്ടുള്ള 19 പ്രതികളെയാണ് സർവകലാശാല പുറത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ദാരുണമായ രീതിയിൽ വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നീതിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു. ആ മാതാപിതാക്കളുടെ വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസമായിരിക്കുകയാണ്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കണ്ടെത്തിയ 19 പ്രതികളെ വിദ്യാഭ്യാസം തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ തുടർന്ന് പഠിക്കുന്നതിന് യാതൊരുവിധ അർഹതയും നേടുന്നില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവകലാശാല ഇവരെ പുറത്താക്കിയിരിക്കുകയാണ്. ഇവർ മണ്ണുത്തി സർവകലാശാലയിൽ പഠനം തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയിരുന്നു. പക്ഷേ അതും അവിടെ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമായ രീതിയിൽ ആത്മഹത്യയ്ക്ക് കൊണ്ടെത്തിച്ച് മാനസികമായിട്ട് വളരെയധികം പീഡനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് സിദ്ധാർത്ഥനെ ജീവിക്കാൻ അനുവദിക്കാതെ ഈ 19 വിദ്യാർത്ഥികളും കുറ്റക്കാരാണെന്ന് തന്നെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ തുടർന്ന് പഠിക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ നല്ലൊരു തീരുമാനം. കാരണം പഠന ലക്ഷ്യങ്ങളുമായിട്ട് മുൻപോട്ട് നീങ്ങുന്ന ഓരോ കുട്ടികളെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രതികൾക്ക് ഈ ശിക്ഷ തന്നെയാണ് വേണ്ടത്. ഇതല്ല, ഇതിനപ്പുറവും ജീവപര്യന്തം തടവ് തന്നെ കൊടുത്തുകൊണ്ട് ശിക്ഷിക്കുകയാണ് ഇവരെയൊക്കെ വേണ്ടത്. ഇവരുടെ പ്രായവും ഇവരുടെ ജീവിത രീതികളൊക്കെ നോക്കിക്കൊണ്ട് ഇവരെ ശിക്ഷിക്കുക തന്നെ വേണം. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾക്ക് ചെറിയൊരു നീതി ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ എഴുതാനൊന്നും ഇവരെ സമ്മതിക്കരുത്, ഇവരെ മുൻപോട്ട് പഠനവും സാധ്യമാക്കരുത് എന്നുള്ള ഇവരുടെ മാതാപിതാക്കളുടെ ആവശ്യം, മാതാവിൻ്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കാനുണ്ടായത്. 19 പ്രതികളുടെ വീട്ടുകാർ 19 പ്രതികൾ തങ്ങൾക്ക് തുടർ പഠനം ആവശ്യമാണ്, തങ്ങളെ പ്രതികളായിട്ട് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ആവശ്യവുമായിട്ട് കോടതിയെ സമീപിച്ചിട്ടു. പക്ഷേ ഇവർ പ്രതിപ്പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് തുടർ പഠനം സാധ്യമല്ല എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. വളരെ നല്ല തീരുമാനം. കാരണം ഇത്തരം തീരുമാനങ്ങളിലൂടെ മാത്രമേ ഇന്നത്തെ തലമുറയെ തെറ്റായ രീതിയിൽ നിന്നും മുൻപോട്ട് ശരിയായി നയിക്കാൻ സാധിക്കുകയുള്ളൂ. റാഗിങ്ങുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. മാനസികമായിട്ട് കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ട് ഒരു പറ്റം വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് നടന്ന റാഗിങ്ങിലും ആ കുട്ടികൾക്കും ഇതേ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓരോ ക്യാമ്പസുകളിലും വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കട്ടെ. അവർ രാഷ്ട്രീയം മറന്നുകൊണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ മുൻപോട്ട് പോകാൻ അവർക്ക് സാധിക്കണം. വിദ്യാഭ്യാസം എന്നത് മുൻപോട്ട് ജീവിക്കുന്നതിനുള്ള ഒരു മുതൽക്കോട്ട് തന്നെയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുക വേണം. ഇവിടെ സിദ്ധാർത്ഥൻ്റെ പ്രതികളെ എന്തായാലും ശിക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. വളരെ നല്ല തീരുമാനം. ഈ ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ അവരെ തുടർന്ന് പഠിക്കാൻ അനുവദിക്കാത്ത ആ ഒരു തീരുമാനത്തിൽ സർവകലാശാലയും അഭിനന്ദിച്ചുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. സത്യം ജയിക്കട്ടെ. സിദ്ധാർത്ഥനും സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾക്കും ആശ്വാസം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.